കേട്ടാൽ എനിക്ക് ഹേർട്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കത്തില്ലാത്ത വേർഡ്സൊക്കെ ഉപയോഗിച്ച് എന്നെ പറയാമെന്ന് വിചാരിച്ചു. ഞാനത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ. പ്രേമലു എന്ന് പറഞ്ഞ പടം ഇറങ്ങി. അപ്പൊ അത്യാവശ്യം നല്ല റിവ്യൂ ആണ് ആ പടത്തിന് എല്ലായിടത്തും കേൾക്കുന്നത്. പക്ഷെ ഞാൻ ആ പടം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ആ പടത്തിനെ പറ്റി പറയാനുള്ള കാര്യം, കാണാത്തൊരു പടത്തിനെ പറ്റി നമ്മൾ ഒരിക്കലും അഭിപ്രായം പറയാൻ പാടില്ല. അപ്പൊ ആ ഒരു പടം ഞാൻ എന്തായാലും കാണണമെന്ന് പ്ലാനൊക്കെ ഇട്ടിരിക്കുന്ന പടമാണ്. അപ്പൊ ഈ ഒരു പടത്തിന്റെ, അതായത് പ്രേമലു എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗമായിട്ട് ഇവര് പല പ്രൊമോഷനായിട്ട് ഈ ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നൊരു ഇന്റർവ്യൂ ആണ് നമ്മുടെ മമിത ബൈജുവിന്റെ ഒരു ഇന്റർവ്യൂ. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു നോക്കി. നല്ല അടിപൊളി ഇന്റർവ്യൂ ആണ്. അൺഫിൽറ്റേർഡ് എന്ന് പറഞ്ഞ ചാനലിനകത്താണ് വന്നേച്ചത്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് മമിത ബൈജു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ റിവ്യൂവേഴ്സിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. കാര്യം എങ്ങനെയാണ് ഇപ്പൊ ഒരു പ്രേക്ഷകൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിനകത്ത് അഭിപ്രായം പറയുന്നതിനെ പറ്റി പുള്ളിക്കാരി ഒരു കാര്യം പറയുന്നത്. ഒരു സമയത്ത് കത്തി എന്നൊരു ടോപ്പിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ റിവ്യൂവേഴ്സ് ആണ് സിനിമേനെ നശിപ്പിക്കുന്നത്. കാര്യം ഇവര് പറഞ്ഞിട്ടാണ് സിനിമകൾ ഓരോന്നോരോന്നായി പൊട്ടുന്നത്, അല്ലാണ്ട് ഇവർക്ക് പടം എടുക്കാനായിട്ട് അറിയാത്തതുകൊണ്ടല്ല. പടം മര്യാദക്കുള്ള പടം ഇവർ ഇറക്കി വിടാത്തതുകൊണ്ടല്ല ഈ പടം പൊട്ടുന്നത്. ഫുള്ളി റിവ്യൂസ് കാരണമെന്നൊക്കെ പല സിനിമയുടെ ആൾക്കാരും കിടന്ന് പറഞ്ഞിരുന്ന പല സമയങ്ങളും ഉണ്ടായി. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു മമിത ബൈജുവിന്റെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പുള്ളിക്കാരി പറയണ ഞാൻ കേട്ടു. അപ്പൊ അതെനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു. ഈ നെഗറ്റീവ് പറയുന്നവർ മാത്രമേ ഉള്ളൂ പറഞ്ഞു നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ നെഗറ്റിവിറ്റി ഭയങ്കര അധികം സ്പ്രെഡ് ആവുന്നത്. എന്നാൽ ഇപ്പം ഇന്നൊരു കാര്യം, ഇപ്പം പലർക്കും ഒരു സിനിമ കാണുമ്പോഴത്തേനും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം വരാം, ഇഷ്ടപ്പെടാത്തവർ കാണാം. ഇഷ്ടപ്പെടാത്തവരിൽ ചിലവർ പറയും, ഓ ആ പടം മനമോശം, അതൊന്നും പോയി കാണണ്ട കേട്ടോ എന്നും പറയും. അതേസമയം എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വർക്കായില്ല, നീ പോയി എന്തായാലും കണ്ടു നോക്ക് എന്ന് പറയുകയും ചെയ്യും. അതെൻ്റെ ടേസ്റ്റാണ്, നീ വേറെ കണ്ടു നോക്ക്, നിൻ്റെ ടേസ്റ്റ് അതായിരിക്കില്ല എന്ന് പറയുന്നത്. അപ്പം അത് തന്നെ നല്ല രീതിയിൽ പറയാം. ഓക്കെ, അവിടെ ഇപ്പൊ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ, പടം മാത്രമല്ല എന്തൊരു കാര്യത്തിനാണെങ്കിലും നെഗറ്റീവായിട്ടൊരു സംഭവം കാണുമ്പോഴത്തേക്ക് അത് പറയാനായിട്ടുള്ള ആ ഒരു സംഭവം കൂടുതലായിരിക്കും. ഇപ്പൊ പൈസ കൊടുത്ത് ഇപ്പൊ നമ്മളൊരു പടം കാണുമ്പോൾ എന്തായാലും പ്രത്യേകിച്ചും കാര്യം നമ്മുടെ പൈസ പോവുകയാണ്, ആ പടം കൊള്ളൂല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകണേണ്. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കളഞ്ഞൊരു സാധനത്തിനെ പറ്റി നമ്മൾ ഒരിക്കലും വളരെ നല്ല പടമായിരുന്നു എന്നൊന്നും നമ്മൾ പറയൂല, നമ്മൾ നല്ല കൂറ പടമായിരുന്നേ പറയുള്ളൂ. അപ്പൊ ആ ഒരു സംഭവത്തിനെ പറ്റി പുള്ളിക്കാരി പറയുന്നത്, അതായത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾക്കാർ പറയും, പക്ഷെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറയൽ കുറവാണെന്ന്. അതേ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പറയണോ വേണ്ടയോ എന്നൊക്കെ അവനൊന്ന് ആലോചിക്കും. അത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട് അത് അത്രയ്ക്കും പറയണമെന്ന് തോന്നിയാൽ മാത്രമേ എല്ലാവരും വന്ന് പറയുള്ളൂ. പിന്നെ എല്ലാവരും വന്ന് പറയണമെന്ന് നിർബന്ധമില്ല. കാര്യം പർട്ടിക്കുലർ ആയിട്ട് കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ഈ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വരുന്നവരും അതേപോലെ അഭിപ്രായം പറയുന്നവരൊക്കെ അത് വന്നിട്ട് പറയുമായിരിക്കും. പക്ഷേ അല്ലാതെ എല്ലാവരും വന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ഇഷ്ടപ്പെട്ട വന്ന് പറയില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സിനിമയുടെ കേസിനകത്ത് നോക്കണമെങ്കിൽ നടക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു പടത്തിന് അഭിപ്രായം പറയുമ്പോഴത്തേക്കും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം മമിത ബൈജു പറയുന്ന പോലെ തന്നെ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ആ പടം ഭയങ്കര ഷോയാണ്, എനിക്ക് ഒട്ടും വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് നീ പോയി കാണാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. പിന്നെ വേറൊരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പടം എനിക്ക് വർക്ക് ചെയ്തില്ല, പക്ഷെ നീ പോയി കണ്ടുപോക്ക്, നിനക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം, അങ്ങനെയും പറയുന്നവരുണ്ട്. ഈ രണ്ടാമത്തെ വിഭാഗത്തിന്റെ കൂടെയാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. കാര്യം ഒരു പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ മലൈക്കോട്ടെ വാലിബൻ പടം, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എൻ്റെ റിവ്യൂ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ആ പടം നിങ്ങൾ ആരും പോയി കാണാനേ പാടുള്ളൂ, അത് അത്രയും കൊള്ളൂലാത്ത പടമാണ് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളെല്ലാവരും പോയി കണ്ടു നോക്കിയാലാണ് നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് ആ പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കാര്യം. അതേപോലെ തന്നെയാണ് ഏതൊരു സിനിമയും ഏതൊരു കാര്യവും. ഇപ്പൊ സിനിമയുടെ കാര്യമാണല്ലോ നമ്മളിവിടെ പറയുന്നത്. അപ്പൊ സിനിമയുടെ കാര്യം ആയതുകൊണ്ട് അപ്പൊ ഇപ്പൊ സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും, ആ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും കൺവേ ആവണമെന്നില്ല. അപ്പൊ കൺവേ ആയവർക്ക് ആ പടം ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ആ പടം ഇഷ്ടപ്പെടില്ല. നമുക്ക് ബാക്കിയാണ്. 200 രൂപ എടുത്തൊരു പ്രേക്ഷകൻ സിനിമ ടിക്കറ്റ് എടുത്ത് കാണാൻ കയറുമ്പോൾ അവർക്ക് റൈറ്റ് ഉണ്ട് പറയാൻ ഉള്ളത് എന്നുള്ളതിനെ നിങ്ങൾ അത് എത്രത്തോളം നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എന്ത് പറയാനുള്ളത്? അതായത് റിവ്യൂ പറയാനുള്ള. തീർച്ചയായിട്ടും ഇപ്പൊ എനിക്കൊരു കാര്യം കിട്ടി, എനിക്കൊരു സാധനം, ചെറിയ സാധനം കിട്ടി, അതിനെപ്പറ്റി എനിക്ക് പറയാനൊരു എന്താ പറയുക വോയിസ് ഉണ്ട്. അപ്പം ഇത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു മൂവി കണ്ടിട്ട് അവർക്ക് അഭിപ്രായം പറയാനുള്ള പൂർണ്ണ ഇത് വോയിസും ഉണ്ട് അവർക്ക് ആക്ച്വലി. പക്ഷെ പറയേണ്ട രീതി ഭയങ്കര എന്താ പറയാ അങ്ങനെ. അതായത് ഇപ്പം എനിക്ക് കേട്ടാൽ എനിക്ക് ഹേർട്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കത്തില്ലാത്ത വേർഡ്സൊക്കെ ഉപയോഗിച്ച് എന്നെ പറയാമെന്ന് വിചാരിച്ചു. ഞാനത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാൻ ഒരിക്കലും ആ വേർഡ്സ് ഉപയോഗിക്കാറില്ല മറ്റുള്ളവരുടെ അടുത്ത്. അപ്പം അങ്ങനെ ഇപ്പം ഈ ഇന്ന സാധനങ്ങളൊക്കെ കേട്ടാൽ എനിക്ക് ഹേർട്ടാവും എന്ന്
ആൾക്കാർക്ക് തോന്നുന്നത് അവർ തിരിച്ചങ്ങോട്ടേക്ക് പറയാതിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ ചോദ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം റിവ്യൂ പറയുന്ന ഈ ഒരു വിഷയമൊക്കെ നടന്ന റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയമൊക്കെ നടന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് 200 രൂപ കൊടുത്തിട്ട് നമ്മളൊരു പടം കാണുമ്പോൾ ആ പടത്തിന് എന്തുകൊണ്ട് നമുക്ക് അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആ ആങ്കർ ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ മമിത ബൈജു അതിന് പറഞ്ഞ ഉത്തരവും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് പുള്ളിക്കാരി നല്ല കറക്റ്റ് ആയിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പം നമ്മളൊരു അഭിപ്രായം പറയുമ്പോഴത്തേക്കും അഭിപ്രായം പറയാനായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. കാര്യം നമ്മൾ കാശ് കൊടുത്തും അതേപോലെ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുമാണ് നമ്മളൊരു സിനിമ കാണുന്നത്. അപ്പോൾ ആ സിനിമ കാണുമ്പോഴത്തേക്ക് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അതിന് അഭിപ്രായം പറയാനേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അല്ലാതെ നമ്മൾ അതിനകത്തിട്ട് ഭയങ്കര സൂചിപ്പിച്ചിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ പറയണം. പിന്നെ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമാണ് നമുക്ക്, അതായത് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതികൾ, അതായത് ഇപ്പം മമിത ബൈജുവിനെ പോലുള്ള ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടൊക്കെ അവരെ ഇങ്ങനെ അങ്ങനെയാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ പറയണത് മോശമാണെന്ന്. അതിനോട് ഞാൻ യോജിക്കണം കേട്ടോ. കാര്യം പല റിവ്യൂകളും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഞാൻ ആരെ പേരെടുത്തൊന്നും പറയില്ല, എന്നാലും നമ്മൾ പല റിവ്യൂകളും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരുമാതിരി രീതിക്കുള്ള വാക്കുകളൊക്കെ ചിലപ്പോൾ അത് കേൾക്കുന്നവർക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടൊക്കെ ചിലപ്പോൾ തോന്നിയെന്നൊക്കെ വരാം. പക്ഷെ എന്നാലും അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ ഇപ്പം അവരൊരു സിനിമ ചെയ്ത് അപ്പോൾ അതിന് മാന്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലാണ്ട് ഈ ഇട്ട് ഒരുമാതിരി പല പല വാക്കുകൾ ഉപയോഗിച്ചിട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ പല റിവ്യൂസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും അങ്ങനെ ആണെന്നല്ലാട്ടോ പറയുന്നത്, പക്ഷേ ചില റിവ്യൂസ് നമുക്ക് അതേപോലെ കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള റിവ്യൂസിനാണ് ഇവിടെ മമിത ബൈജു ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം എനിക്ക് അങ്ങനെയുള്ളതിനോട് ഞാൻ യോജിക്കണമെന്നില്ല കേട്ടോ. കാര്യം ഇപ്പം എൻ്റർടൈനിങ് ആണെങ്കിൽ ആ ഒരു രീതിക്ക് ആവാം, പക്ഷെ എന്നും പറഞ്ഞിട്ട് ഒരുമാതിരി അവരെ ഇങ്ങനെ പേഴ്സണലി ബുള്ളി ചെയ്യുന്ന രീതിക്കൊക്കെ പെരുമാറുന്നതിനോടും അങ്ങനെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോഴും ചില ഡയറക്ടർമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഡയറക്ടർമാർ മാത്രമല്ല സിനിമയുടെ അണിയറ പ്രവർത്തകരാണെങ്കിലും അതേപോലെ സിനിമനകത്ത് അഭിനയിക്കുന്നവരാണെങ്കിലും പലരും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്, സിനിമ മോശമായി കഴിഞ്ഞാൽ അതൊക്കെ ഈ നിങ്ങളൊക്കെ പറഞ്ഞു മോശമാക്കണതാണ് സിനിമ, അല്ലാണ്ട് മോശം സിനിമയല്ല, എല്ലാം നല്ല സിനിമയാണെന്നൊക്കെ ഉള്ള രീതിക്ക് പറഞ്ഞ് പൊട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മമിത ബൈജുവിനെ പോലുള്ള ഈ യൂത്ത് ആയിട്ടുള്ള പല ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നല്ല മറുപടികളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം അവർക്കൊക്കെ നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഉണ്ട് എങ്ങനെയാണ് പ്രേക്ഷകർ സിനിമേനെ കാണുന്നത്. അപ്പോൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരതിനെങ്ങനെ അഭിപ്രായം പറയുക അതൊക്കെ ഇവർക്ക് അറിയാം. അതായത് പ്രേക്ഷകരെ പൾസ് അറിയാന്ന് പറയില്ലേ, അതൊക്കെയാണ് ഈ മമിത ബൈജുവും അതേപോലെ ഇപ്പോൾ ബേസിൽ ജോസഫിൻ്റെയൊക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്കും അവരൊക്കെ അതിനകത്ത് കറക്റ്റ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പല ഇപ്പോൾ ഈ തലമൂത്ത അപ്പന്മാരൊക്കെ ഉണ്ടല്ലേ സിനിമേനകത്തുള്ള, അവരൊക്കെ പറയാറുണ്ടല്ലോ നീയൊക്കെ എന്തറിഞ്ഞിട്ടാണ് സിനിമ പഠിക്കണം, സിനിമ പഠിച്ചിട്ട് നീയൊക്കെ വന്നിട്ട് ഉപദേശിക്കാൻ എന്നൊക്കെ പറയുന്ന പലരും ഉണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സിനിമ പഠിക്കേണ്ട യാതൊരു കാര്യമില്ല സിനിമേനെ പറ്റി വിമർശിക്കാൻ വേണ്ടിയിട്ട്. കാര്യം പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ അതിന് വിമർശിക്കാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അത് മാന്യമായിട്ടുള്ള രീതി കേട്ടോ. അതായത് മാന്യതയുടെ ആ ഒരു അതിർവരമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയാനായിട്ട് അവന് വോയിസ് ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ പൈസ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് അതിനകത്ത് പറയാം. അല്ലാണ്ട് നമ്മളതിനകത്ത് അവരെ ഒന്നും അങ്ങനെ സൂചിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ സിനിമേനകത്ത് ഇവരൊക്കെ ഭയങ്കര എന്തോ പണ്ട് ഭയങ്കര പടം എടുത്തവരാണെന്ന് പറഞ്ഞിട്ട് ഇന്നും വന്നിട്ട് അവരൊരു പടം എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നല്ലത് പറയണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരാണെങ്കിലും നമ്മൾ തുറന്ന് പറയാം. അപ്പോൾ അത്രയാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ പുള്ളിക്കാരിയുടെ ആ ഇൻ്റർവ്യൂ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങളതൊന്ന് എടുത്ത് കണ്ടു നോക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അൺഫിൽറ്റേർഡ് എന്ന് പറഞ്ഞ ചാനലിനകത്താണ് വന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന മിക്ക ഇൻ്റർവ്യൂകളും നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് അത്ര തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.